ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് സലാമി കോയിൻ പിസ്സയാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഒരു കപ്പിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ്, 1 സ്പൂൺ ഷുഗർ, 1/4 കപ്പ് ലൂക്ക് വാം വാട്ടർ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെക്കാം. ഈസ്റ്റ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 2.5 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം ഈസ്റ്റ് പ്രൂഫ് ചെയ്ത വെള്ളം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ആക്റ്റീവ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആണെങ്കിൽ മാവിൽ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്തതിന് ശേഷം വെള്ളം ചേർത്താൽ മതി. ഈ മാവ് കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റിയതിന് ശേഷം കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ടോട്ടൽ 3 കപ്പ് മൈദയാണ് ആവശ്യം. ഞാനിവിടെ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ബാക്കി ഹാഫ് കപ്പ് നമ്മുടെ ഡോ കറക്റ്റായി വരുന്നത് വരെ കുറച്ച് വീതം ആഡ് ചെയ്ത് കുഴച്ചെടുക്കാം. മിനിമം 10 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഡോ നീഡ് ചെയ്തെടുക്കണം. മാവ് ഇതുപോലെ ആയതിനു ശേഷം നമുക്ക് കൈ വെച്ച് ബോളാക്കി എടുക്കാം. പിസ്സ ഡോ എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ അധികം ടൈറ്റായി പോകരുത്. കുറച്ച് വാട്ടർ കണ്ടൻറ്റ് അതിൽ വേണം. ഇനി ഡോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ബൗളിലും ഡോയിലും കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മിനിമം 1 അവർ എങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 അവറിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ മാവ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഒരു ക്ലിങ് ഫിലിം ഇട്ട് കവർ ചെയ്ത് വെക്കാം. ഒരു പ്ലേറ്റ് ഇവിടെ മുകളിൽ വെച്ചടയ്ക്കാം. ഈ ടൈമിൽ നമുക്ക് പിസ്സ സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് 2 പഴുത്ത തക്കാളി ഒരു മിക്സറിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഒലിവ് ഓയിലിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഗാർലിക് ആഡ് ചെയ്തൊന്ന് സോട്ട് ചെയ്യാം. അധികം മൂത്ത് പോകാണ്ട് നോക്കണം. അതിലേക്ക് കുറച്ച് ഇറ്റാലിയൻ സീസണിങ്ങും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യാം. ഇനി ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാം. 1/2 സ്പൂൺ പാപ്രിക്ക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പെപ്പറും ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാം. സോസ് നന്നായിട്ട് തിക്കായതിനു ശേഷം കുറച്ച് ഷുഗറും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാം. ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയെങ്കിലും മാവ് പൊങ്ങിയാലേ നമ്മുടെ പിസ്സ ഡോ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ക്ലിങ് ഫിലിം ഇട്ട് കവർ ചെയ്തത് കൊണ്ട് നമ്മുടെ ഡോ നല്ല ക്ലീനായിട്ട് വരും. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മാവ് കൂടെ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പിസ്സ ഡോ ഒന്നും കൂടെ ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ഇനി ഡോ അധികം ഹാർഡായിട്ട് കുഴയ്ക്കരുത്. നമ്മൾ ഫിംഗർ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ബോളാക്കി എടുക്കാം. ഇവിടെ ഞാൻ കോയിൻ പിസ്സയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് റോളാക്കിയതിന് ശേഷം ചെറിയ ബോൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഓരോ ടൈമും പിസ്സ ഡോ എടുത്തതിന് ശേഷം ബാക്കി പിസ്സ ഡോ നമ്മൾ കവർ ചെയ്ത് തന്നെ വെക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് കട്ടി കുറവായിട്ടും സൈഡിലേക്ക് കുറച്ച് തിക്കായിട്ട് പരത്തി എടുത്തതിന് ശേഷം ഫോർക്ക് കൊണ്ട് ഇതേപോലെ കുത്തി കൊടുക്കാം. ഗ്യാസ് സ്റ്റോപ്പിലാണ് പിസ്സ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ബേക്ക് ചെയ്യുന്ന പാത്രത്തിൽ കുറച്ച് ഉപ്പും ഇതേപോലെ റൗണ്ട് റിങ്ങും വെച്ചതിന് ശേഷം 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ബേക്കിംഗ് ട്രേയിൽ അലുമിനിയം ഫോയിൽ വെച്ചതിന് ശേഷം കുറച്ച് മാവ് ഡസ്റ്റ് ചെയ്ത് നമ്മുടെ ഡോ വെച്ച് കൊടുക്കാം. ആദ്യം പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. ഇനി ഒരു ലെയർ ചീസ് ഗ്രേറ്റ് ചെയ്തിടാം. ഇഷ്ടമുള്ള ചീസ് നമുക്ക് യൂസ് ചെയ്യാം. പിസ്സ ചീസ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ചീസ് ആയാലും എടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സലാമി വെച്ച് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ക്യാപ്സിക്കവും ഒണിയനും. ഒരു ലെയർ ചീസ് കൂടെ ആഡ് ചെയ്യാം. കുറച്ച് പിസ്സ സോസ്, കുറച്ച് ഒലിവ് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഇനി ബേക്കിംഗ് ട്രേ പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെക്കാം. 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് ട്രേയുടെ മുകളിൽ ഒരു ലിഡ് വെച്ചതിന് ശേഷം കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഈവനായിട്ട് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ അടപ്പ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ പിസ്സ റെഡിയായി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ അലുമിനിയം ഫോയിലിൽ നിന്ന് മാറ്റാം. കുറച്ചൊരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ട്രൈ തന്നെ ബിഗിനേഴ്സിന് പോലും വളരെ നന്നായിട്ട് പിസ്സ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ സലാമിയാണ് ടോപ്പിംഗ് ആയിട്ട് എടുത്തിരിക്കുന്നത്. വേറെ എന്ത് ടോപ്പിംഗ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. വെജിറ്റേറിയൻസിനാണെങ്കിൽ പനീറും യൂസ് ചെയ്യാം. അവൻ ഇല്ലാണ്ട് ഗ്യാസ് സ്റ്റോപ്പിൽ തന്നെ നമുക്ക് പിസ്സ ബേക്ക് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക.
അടുത്ത വ്ളോഗിൽ കാണും വരെ ബൈ.